ഹലോ, ആൽഫബറ്റ് റെസിൻ കീച്ചൻ്റെ പാക്കിംഗ് കണ്ടവർക്ക് ഈ വീഡിയോയുടെ അത് മനസ്സിലാവും. എങ്ങനെയാണ് നമുക്ക് ആ മിനി പാക്കറ്റ് ഉണ്ടാക്കണം എന്ന് നോക്കാം. സാധാരണ ഒരു പേപ്പർ എടുക്കുക, 20x20 സെൻറ്റിമീറ്ററിലാണ് ഇതിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ വേണമെങ്കിൽ കട്ടിയുള്ള പേപ്പർ എടുത്താൽ അത്ര നല്ലത് കേട്ടോ. ചാർട്ട് പേപ്പർ ആണെങ്കിൽ അത്ര നല്ലത്. ഞാൻ പിന്നെ ഡിസൈനുള്ളതുകൊണ്ട് പെട്ടെന്ന് എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ അത് നേർ പകുതിയായിട്ട് മടക്കിയിട്ട് ഡയഗണലി രണ്ട് സൈഡും മടക്കുക. അപ്പോൾ നമുക്കത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടും. ഇനി അതിനെ കറക്റ്റ് ഈ രണ്ട് സൈഡ് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഫോൾഡ് ചെയ്യുക. അതെ ഇതുപോലെ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു പാക്കിങ് പഠിച്ചു വെച്ചാൽ നമുക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എന്നിട്ട് അതിൽ 6.5 13.5 ഇങ്ങനെ രണ്ട് സ്ഥലത്ത് കറക്റ്റ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്യാനാണ്. മാർക്ക് ചെയ്ത് മുകളിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അത് അങ്ങോട്ട് ഫോൾഡ് ചെയ്യുക രണ്ട് സൈഡും ഇങ്ങനെ. അതുപോലെ തന്നെ എല്ലാ സൈഡും ഫോൾഡ് ചെയ്യുക. അങ്ങനെ അപ്പുറം ഇപ്പുറം ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ശ്രദ്ധിച്ച് കാണണം കേട്ടോ. നമ്മളതിനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ മടക്കുക. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് മടക്കുക. ഇതെന്ത് ചെയ്യുമ്പോഴും കറക്റ്റ് അപ്പുറം ഇപ്പുറം ചെയ്യുക. കറക്റ്റ് അളവെടുത്താൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും കേട്ടോ. അങ്ങനെ അപ്പുറം ഇപ്പുറം സൈഡ് നമ്മളത് ചെയ്തു. ഇനിയുള്ളതാണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള പാട്ട്, പക്ഷെ ചെയ്തു വന്നാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് സൂപ്പറായിരിക്കും കേട്ടോ. അങ്ങനെ ഇത് നേരെ വീണ്ടും നേരത്തെ ആദ്യം മടക്കിയില്ലേ അതുപോലെ അങ്ങനെ മടക്കുക. എല്ലാ സൈഡും അതുപോലെ ചെയ്യുക. അങ്ങനെ എല്ലാ സൈഡും അതുപോലെ ചെയ്തിട്ട് ഇത് പതുക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ട്രയാങ്കിളില്ലേ അത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക. ഒരു 2 വട്ടം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അല്ലാണ്ട് ഒറ്റ വട്ടം കണ്ട് മനസ്സിലാവും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് അങ്ങോട്ട് പാക്ക് ചെയ്യുക. അങ്ങനെ 4 സൈഡും പാക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ബോക്സിൻ്റെ താഴത്തെ ഭാഗം സെറ്റ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഈ ട്രയാങ്കിൾ നല്ലപോലെ മടക്കി അതിനൊരു ഷേപ്പ്, ഒരു കട്ടിൻ്റെ ഷേപ്പ് അങ്ങോട്ട് കൊടുക്കുക. ബോക്സിൻ്റെ ഷേപ്പ്. നമുക്ക് എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ. ഇത്ര ക്ഷമ എന്ന് പറയുന്ന സാധനം ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിൽ ക്ഷമ നല്ലപോലെ വേണം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടുതൽ ടേസ്റ്റി ഉള്ളതായിരിക്കും കേട്ടോ. അങ്ങനെ നന്നായിട്ടൊക്കെ പാക്ക് ചെയ്ത് സംഭവം മടക്കിയിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടി കുറഞ്ഞ പേപ്പറായതുകൊണ്ട് കുറച്ച് സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചു കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ അടിപൊളിയായിട്ട് കിട്ടി. പിന്നെ ഒരു പഞ്ചിങ് ടൂളെടുത്ത് 2 ഹോളൊക്കെ ഇട്ട് ഒരു കുഞ്ഞ് ചരടൊക്കെ വെച്ചപ്പോൾ സംഭവം അടിപൊളിയായി. നമുക്ക് മിനി പാക്കിംഗ് ഒക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ സാധാരണ ഒരു കവറിലിട്ട് കൊടുക്കുന്നതും ഇങ്ങനെ കൊടുക്കണം തമ്മിൽ വ്യത്യാസമില്ലേ, പ്രത്യേകിച്ച് ഈ ക്രിസ്മസിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.